മേയർ വി രാജേഷുമായി ഫോൺ സംഭാഷണത്തിന് അവസരമൊരുക്കി മാതൃഭൂമിയുടെ ജനശബ്ദം പരിപാടി. 1 മണിക്കൂർ പരിപാടിയിൽ പരാതികൾ അറിയിക്കാനെത്തിയത് 30-ലധികം കോളുകളാണ്. തിരുവനന്തപുരം മേയർ വി രാജേഷിനോട് തങ്ങളുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും അറിയിക്കാൻ ജനങ്ങൾക്ക് മാതൃഭൂമി അവസരമൊരുക്കി. പരാതി പറയാനായി മേയറെ തേടിയെത്തിയത് നിലയ്ക്കാത്ത ഫോൺ വിളികളാണ്. ഹലോ നമസ്കാരം, വി രാജേഷാണ്. തെരുവുനായ ശല്യവും വെള്ളക്കെട്ടും മാലിന്യ പ്രശ്നവും ശൌചാലയങ്ങളുടെ അഭാവവും തുടങ്ങി കിഴക്കേക്കോട്ടയിലെ ഗതാഗതക്കുരുക്ക് വരെയുള്ള പ്രശ്നങ്ങളാണ് മേയറെ ഫോണിലൂടെ അറിയിച്ചത്. തെരുവുനായ ശല്യം ഉണ്ടല്ലോ, അത് വലിയ രീതിയിൽ വ്യാപിച്ചിരിക്കുകയാണ്. സ്കൂൾ കുട്ടികളും ജോലിക്ക് പോയി കഴിയുമ്പോഴൊക്കെ വലിയ രീതിയിൽ തെരുവുനായ ശല്യമുണ്ട്. നിങ്ങൾ പറയുന്ന പ്രശ്നം ഗൗരവമാണ്. ഞങ്ങളത് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അത് ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഞാൻ ഒരു കാര്യം ഇപ്പോൾ ഉറപ്പ് പറയാം, ജനുവരി 30 മുമ്പ് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ചില കാര്യങ്ങൾ ചെയ്തിരിക്കും. എന്റെ മോള് ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചിട്ട് ശരി, അപ്പൊ ഇവിടെ ഹോട്ടലിൽ അവിടെ എഴുതി കൊടുത്തായിട്ട് 4-5 മാസമായി. ശംഖുമോ അല്ലേ? ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങളുടെ ഫോൺ നമ്പർ എത്രയാ? അവിടെ രഞ്ജിത്ത് എന്ന പേരുള്ള ആൾ നിങ്ങളെ വിളിക്കും, അങ്ങോട്ട് വിളിക്കും. ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതാണ് അയാൾ. നിങ്ങളുടെ രേഖകളും കാര്യങ്ങളും പരിശോധിച്ചിട്ട് അദ്ദേഹം പറയാം, അതുപോലെ ചെയ്താൽ മതി, പരിഹരിക്കും. പ്രശ്നങ്ങളുമായി വിളിച്ചവർക്കെല്ലാം വി രാജേഷ് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. നഗരപരിധിയിലെ വികസന സ്വപ്നങ്ങളും ആവശ്യങ്ങളും മേയറുമായി പങ്കുവയ്ക്കാൻ മാതൃഭൂമി ഒരുക്കിയ ജനശബ്ദം പരിപാടിയിലാണ് ആളുകൾ പരാതികളും നിർദ്ദേശങ്ങളും പങ്കുവച്ചത്. ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനും ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ പേരുടെ പ്രശ്നങ്ങൾ കൂടുതൽ അടുത്തറിയുവാനും പരിപാടിയിലൂടെ സാധിച്ചുവെന്ന് മേയർ പറഞ്ഞു. മാതൃഭൂമി സംഘടിപ്പിച്ച ഈ ഫോൺ പ്രോഗ്രാം വളരെയധികം ഗുണപ്പെട്ടിട്ടുണ്ട്. മേയർ എന്നുള്ള നിലയ്ക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള പൾസ് ഞങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ പരിപാടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. 1 മണിക്കൂറോളം നീണ്ട പരിപാടിയിൽ ഇടവേളകളില്ലാതെ 30ഓളം കോളുകളിലൂടെയാണ് ആളുകൾ പങ്കാളികളായത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിച്ച് വികസനം ഉറപ്പാക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ.